യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ഗൈസ്. ഇപ്പൊ സമയം എത്രയായി? 12:30 ആയിട്ടുണ്ട്. ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോവാണ്. ഞങ്ങളുടെ ബാക്കിൽ ചേട്ടന്മാരെല്ലാവരും ഉണ്ട്, അതുപോലെ തന്നെ അമ്മയെ 2 മക്കളും ഉണ്ട് കേട്ടോ. അപ്പൊ രാത്രി 12:30 എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ട്രിപ്പൊന്നും ആയിരുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കന്യാകുമാരി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കന്യാകുമാരിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ആയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത്. എങ്കിൽ പിന്നെ ഒരു വണ്ടി എടുത്തിട്ട് എല്ലാവർക്കും കൂടി പോയിട്ട് വരാമെന്ന്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 5-8 പേരുണ്ട്. ഞാൻ, അമ്മ, മാമിയുടെ മോള്, അനിയൻ, വൈഫ്, കുട്ടികൾ, പിന്നെ 2 ചേട്ടായിമാർ, കസിൻസ് ബ്രദേഴ്സാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും ഒരു 12:30 ആയപ്പോൾ ഇറങ്ങിയായിരുന്നേ. ഞങ്ങളിത് കുട്ടിക്കാനത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കുട്ടിക്കാനത്തൊക്കെ ഒരുപടി മുന്നേ തണുപ്പാണ്. ഞങ്ങളങ്ങനെ കുട്ടിക്കാനത്ത് ഇറങ്ങി ഒരു 1 മണി 1:30 അടുത്ത് ഞങ്ങളവിടെ എത്തിയിട്ടോ. എത്തിയിട്ട് ഒരു കടയിൽ കയറി ഞങ്ങൾ കാപ്പി, നല്ല ചൂടുള്ള കാപ്പി കുടിച്ച്. ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള കാപ്പി കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ എൻ്റെ പൊന്നോ, എന്ത് സുഖമാണെന്നറിയാമോ. അമ്മ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോസ് തരികയാണ്. അമ്മ അതെ മാമി അതെ പോസ് തരിക കേട്ടോ. ഞങ്ങൾ തണുപ്പ് കാരണം വെളിയിൽ ഇറങ്ങിയിട്ടില്ല. പാവം ചേട്ടായിമാരായിട്ടോ കാപ്പി വാങ്ങിച്ചുകൊണ്ട് തന്നതും തിരിച്ച് ഗ്ലാസ് കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഉത്സാഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പിന്നെയും പോയി. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര എന്നാ പറയുന്നത്, വലിയൊരു പണിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ആകെ ഈ യാത്രയിലുണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ കാണുന്ന വാട്ടർഫോളിലൊന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് അത് ഒന്ന് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ മുറിഞ്ഞുപുഴ വാട്ടർഫോൾസ് ആണ് കേട്ടോ. നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കുട്ടിക്കാനം കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത്. പകൽ സമയത്തൊക്കെയാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. അതും ഇതുപോലെ ഇത് ഇറങ്ങി അടുത്ത് നിന്നിട്ടൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഇതുപോലെ ബസ്സിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ അവിടെ നിന്നിട്ട് എല്ലാം. അപ്പോൾ ഈ ഇതിൻ്റെ എറിച്ചിലിങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി. ഞാനിവിടെ നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആരുടെയും ശല്യം ഇല്ലാണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു കേട്ടോ. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നിൽക്കലേ ഉണ്ടാവുള്ളൂ, പിന്നെ ആരും അവിടെ നിന്ന് പോരില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു രാത്രി പോയിട്ട് പിറ്റേന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരിച്ചെത്താമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോയത്. അതുകൊണ്ടാണ് വണ്ടി എടുത്ത് പോയത്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെയൊന്നും നടന്നില്ല. നല്ല ദൂരം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 780 710 അങ്ങനെ എന്തോ കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ. അവനും അത്ര വലിയ തിട്ടമില്ലായിരുന്നു എത്ര കിലോമീറ്റർ ഉണ്ടായിരിക്കുമെന്ന്. ഞങ്ങൾ രാവിലെ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് തണുപ്പും മഴയും എല്ലാം കൊണ്ടും ആകപ്പാടെ ഒരു കഷ്ടപ്പെട്ട് പോയൊരവസ്ഥയായിരുന്നു. കൂടെ മക്കളും ഉണ്ടായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി ഞങ്ങൾ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇറങ്ങി പുറപ്പെട്ടില്ലേ. എല്ലാവരും വീട്ടിലെത്തുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ടു പോയൊരു യാത്രയായി പോയിന്ന്. കാരണം മക്കളും കൂടെ ഉണ്ടായിരുന്നു. അവരെ ഒരു കൂട്ടിലടച്ച അവസ്ഥയിലായിരുന്നു അവർക്ക്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്കും ഒന്ന് ശ്വാസം വിടാൻ പറ്റിയത്. അത്രമേൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ. ഞങ്ങൾ ഏതോ ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. തമിഴ്നാടൻ ഫുഡായിരുന്നു, തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഫുഡായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു പൊറോട്ട ലവറാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട ഏത് വിധത്തിൽ കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷേ ഇതൊന്നും കൂടി കുറച്ചും കൂടി നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. മോനൊക്കെ ആണെങ്കിൽ ആകെ ക്ഷീണിച്ച് വലഞ്ഞ് ആകെ ഒരു പരുവായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊരു ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിട്ട് കുറേ നേരം ഞങ്ങളവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ഞങ്ങൾ എന്താ പറയുക മാണ്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷെ അവൻ അങ്ങനെയല്ലായിരുന്നല്ലോ. രാത്രി ഫുള്ള് വണ്ടി ഓടിക്കുമായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവൻ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ എവിടെ ചെന്നാലും എടുക്കുന്ന എൻ്റെ ഒരു ശീലം ആയതുകൊണ്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കണ്ണാടിയൊക്കെ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കന്യാകുമാരി എത്തി. ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയെ പോലെയായിരുന്നു. ചേച്ചിയുടെ വീടാണ്. ഞങ്ങളുടെ ഉച്ചഭക്ഷണം അവിടെ നിന്നായിരുന്നു. ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ
പെട്ടെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞങ്ങൾക്ക് തന്നിട്ട് നല്ല ഭക്ഷണമായിരുന്നേ. പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാട്ടോ ഞങ്ങൾ വന്നത്. കാരണം അപ്പം തന്നെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവന് വണ്ടി ഓടിക്കേണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പം തിരിച്ചും ഇങ്ങോട്ട് അവൻ തന്നെ വണ്ടി ഓടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടൊരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും വന്നതല്ലേ, കന്യാകുമാരി ബീച്ച് വരെ ഒന്ന് പോവാം, വിവേകാനന്ദ പാറയൊക്കെ കാണാണ്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ കന്യാകുമാരിയും ബീച്ചും കടലും വിവേകാനന്ദ പാറയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇനി എന്നാണ് കന്യാകുമാരിയിലേക്കൊരു തിരിച്ചു പോക്കെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാനും അതെ, ഈ കുരിപ്പും അതെ കേട്ടോ. ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ എല്ലാ പണിയായുധങ്ങളും അവിടുത്തെ സേവനം നിർത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളും ഡ്രസ്സും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകാനിരുന്നത്. അങ്ങനെയാണ് ഒരു ഫാമിലി ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ ഇനി എന്നാണ് കന്യാകുമാരിയിലേക്കെന്ന് അറിയത്തില്ല. ഇതുപോലെ വല്ല ടൂറ് വരാനോ അല്ലെങ്കിൽ ട്രിപ്പായിട്ട് പോകാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടൊരു വല്ലാത്ത മിസ്സിങ് ആണ് എനിക്ക്. പൊതുവേ അങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആവും അവിടെ നിന്ന് തിരിച്ചു പോരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെയും. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഞങ്ങൾ കടലിൽ സ്പെൻഡ് ചെയ്തിട്ടോ. സത്യം പറഞ്ഞാൽ സൺസെറ്റ് കാണാനാണ് നിന്നത്. പക്ഷേ അന്ന് സൺസെറ്റ് ഇല്ലായിരുന്നോ അതോ ഞങ്ങൾ അറിഞ്ഞില്ലേ, അങ്ങനെ എന്തോ ആണ്. സൺസെറ്റ് ഞങ്ങൾ കണ്ടില്ല. അതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ പോയി കുറേ പർച്ചേസ് ചെയ്തു കേട്ടോ. കുറേ ഡ്രസ്സുകളും കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് നല്ല വിലയ്ക്ക് അവിടെ കിട്ടും കേട്ടോ. നല്ല വിലയെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. 1000 രൂപ കയ്യിലുണ്ടെങ്കിൽ കൈ നിറച്ച് സാധനങ്ങളായിട്ട് അവിടെ നിന്ന് വരാം കേട്ടോ. ഈ 5 രൂപ 10 രൂപ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞാൽ നല്ല കടയിൽ പോയി നല്ല കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് കാണുമ്പോൾ എന്താ പറയുക, കണ്ണിന് കുളിർമയുള്ള കുറച്ച് സാധനങ്ങളിൽ 5 രൂപ 10 രൂപ സാധനങ്ങളൊക്കെ അതൊക്കെ അവിടെ നിന്ന് ഇഷ്ടംപോലെ കിട്ടും. ഞാൻ അങ്ങനെ കുറേ സാധനങ്ങളുമായിട്ടാണ് വാങ്ങിച്ചിട്ട് വന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കുമോ. ഒരു കടയിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ, മേയുമായിരുന്നു അവിടെ കിടന്ന്. അതുപോലെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ അവസാനം അവിടെ നിന്നൊരു 7-7:30-8 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചു. കാരണം പിറ്റേന്ന് രാവിലെ എങ്കിലും വീട്ടിലെത്തണം. അമ്മയ്ക്കും ജോലിക്ക് പോകേണ്ടതാണ്, എല്ലാവർക്കും അവരുടേതായ പരിപാടികളൊക്കെ ഉണ്ട്, ചേട്ടായിമാർക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ. വല്ലാത്തൊരു വിഷമമായിരുന്നു. വിഷമമെന്നൊക്കെ പറഞ്ഞാൽ ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു ഭയങ്കര സങ്കടമായിരുന്നു. അതിൻ്റെ വിഷമത്തിൽ ഞാൻ അവിടെ നിന്ന് പുളിമുട്ടായി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും ഞാൻ പോകുമ്പോൾ വിചാരിക്കുന്നതാണ് അവിടുന്ന് പുളിമുട്ടായി വാങ്ങിക്കണമെന്ന്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാം ഇവിടെ ഉള്ളതല്ലേ, നമുക്ക് എപ്പോഴെങ്കിലും വാങ്ങിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ എന്തായാലും വാങ്ങിച്ചു. അങ്ങനെ കന്യാകുമാരി വിടുകയാണ് ഗൈസ്. ഇത്ര നാളും തിരിച്ചു വരാന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല. പോവാണ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ശരി, അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളെല്ലാവരും ഉണ്ട്. കൊണ്ടുപോയവരാരും ഞങ്ങൾ കളഞ്ഞിട്ട് വന്നിട്ടില്ല. എല്ലാവരും ഉണ്ട്. ഫ്രണ്ടിലേക്ക് വെട്ടടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്നവരെ കാണിക്കാതെ കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 8-8:30 അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഈ കാണുന്ന പള്ളിയൊക്കെ ഞാൻ ഇനി ഒരുപാട് മിസ് ചെയ്യും. കാരണം ഇവിടുത്തെ പ്രോഗ്രാമിനൊക്കെ പ്രോഗ്രാമെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ പെരുന്നാളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ വരുമായിരുന്നു. DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന പാലത്തിലൊക്കെ പകൽ സമയത്തൊക്കെ വന്നിരുന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമൊക്കെ എനിക്ക് തോന്നുന്നു 1 വർഷം പോലും ഞാൻ അവിടെ നിന്നിട്ടില്ല. പക്ഷേ ഒരുപാട് മെമ്മറീസ് എനിക്ക് കന്യാകുമാരി തന്നിട്ടുണ്ട്. ഇനി എന്നാ പോകാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് മിസ് ചെയ്യും ആ സ്ഥലം. കുറച്ച് ദൂരം കൂടി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ വന്നത്. റെസ്റ്റ് എടുത്താണ് ഞങ്ങൾ വന്നത്. ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാനുള്ള ചാർജ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു 2:30 ആയി വീട്ടിലെത്തിയപ്പോൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് വല്ലാത്തൊരു പണി തന്നൊരു യാത്രയായിരുന്നു ഇതെന്ന്. അപ്പോൾ എൻ്റെ ഇതുപോലത്തുള്ള കുട്ടി വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.